Hi friends, ആർഫറയുടെ വീക്കെൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ 2025 പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ പൊതുവെ നമുക്കൊരു നിരാശയാണ് ഉണ്ടാവുക. എന്നാൽ നമ്മൾ നിഫ്റ്റി ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 50 മാത്രം നോക്കുകയാണെങ്കിൽ പ്രകടനം അത്ര മോശമല്ലെന്ന് കാണാൻ കഴിയും. 2025 ജനുവരി 1 മുതൽ ഇതുവരെയുള്ള നിഫ്റ്റി 50യുടെ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 9.68% ഒരു റിട്ടേൺ ആണ് നൽകിയത്. അത് FDI ബീറ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റി 50യുടെ പ്രകടനം മോശമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നമ്മൾ ബ്രോഡ് മാർക്കറ്റിലെ മറ്റ് ഇൻഡെക്സുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പരിതാപകരമാണ്. ഇപ്പോൾ നിഫ്റ്റി നെക്സ്റ്റ് 50യുടെ ഒരു വർഷത്തെ റിട്ടേൺ 1.43% ആണ്. നിഫ്റ്റി മിഡ് ക്യാപ് 150യുടെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ 5.45% ആണ്. സ്മോൾ ക്യാപ് 250യുടേത് നെഗറ്റീവ് റിട്ടേൺ ആണ് 6.41%. അതുപോലെ മൈക്രോ ക്യാപ്പിൻ്റെത് നെഗറ്റീവാണ് 10.45%. അപ്പോൾ ഈ സ്മോൾ ആൻഡ് മൈക്രോ ക്യാപ് സെഗ്മെൻറ്റിലുള്ള തകർച്ചയാണ് മാർക്കറ്റിൽ പൊതുവെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വലിയ തോതിലുള്ള നിരാശ സമ്മാനിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിഫ്റ്റി 50 മോശമല്ലാത്ത ഒരു പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിലും നമ്മളത് വേൾഡിലെ മറ്റു മാർക്കറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ പെർഫോമൻസ് വളരെ മോശമാണെന്നാണ് നമുക്ക് കാണാൻ കഴിയുക. കഴിഞ്ഞ ഒരു വർഷം ജപ്പാൻ മാർക്കറ്റ് 24% റിട്ടേൺ നൽകി, UK മാർക്കറ്റ് 20% റിട്ടേൺ നൽകി, യൂറോപ്യൻ മാർക്കറ്റ് മൊത്തത്തിൽ 17% റിട്ടേൺ നൽകി, ചൈനീസ് മാർക്കറ്റ് 16% റിട്ടേൺ നൽകി, അതുപോലെ US മാർക്കറ്റ് 14% റിട്ടേൺ നൽകി. അപ്പോൾ ഇതൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ 9% റിട്ടേൺ ആപേക്ഷികമായിട്ട് നോക്കുമ്പോൾ നല്ല പ്രകടനമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്ത്യയുടെ മാർക്കറ്റ് നമുക്കറിയാം FIIസിൻ്റെ ഔട്ട്ഫ്ലോ, അതുപോലെ US ടാരിഫ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള വെല്ലുവിളികൾ, അതേപോലെ റുപ്പിയുടെ വീക്ക്നെസ്, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഈ രീതിയിലുള്ള അണ്ടർ പെർഫോമൻസ് വേൾഡ് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിനെ മറികടക്കാനുള്ള ധാരാളം ശ്രമങ്ങളാണ് RBIയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ 2026 നല്ലൊരു ഇയർ ആയിരിക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ NSEയിൽ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. കാരണം NSEയിലുള്ള 2667 സ്റ്റോക്കുകളിൽ 295 സ്റ്റോക്കുകൾ മാത്രമാണ് പോസിറ്റീവ് റിട്ടേൺ നൽകിയത്. അതുപോലെ അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 75% ക്രാഷായ 30ഓളം സ്റ്റോക്കുകളുണ്ട്. അതുപോലെ 50 മുതൽ 75% വരെ ക്രാഷായ 397 സ്റ്റോക്കുകളുണ്ട്. 20 മുതൽ 50% വരെ ക്രാഷായിട്ടുള്ള 1532 സ്റ്റോക്കുകളുണ്ട്. അതുപോലെ 10 മുതൽ 20% വരെ കറക്റ്റ് ചെയ്ത 413 സ്റ്റോക്കുകളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 90% സ്റ്റോക്കുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ ഈ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നന്നായിട്ട് പെർഫോമൻസ് ചെയ്തത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്ത മൊത്തം സ്റ്റോക്കുകളുടെ എണ്ണം സ്ക്രീനർ സൈറ്റിൽ നമ്മൾ കാണുന്ന 5252 സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ ഒരു 5252 സ്റ്റോക്കുകളിൽ നമ്മൾ ഫണ്ടമെന്റൽസ് ഒന്നും പരിശോധിക്കാതെ അല്ലെങ്കിൽ ആ സ്റ്റോക്കിൽ നടക്കുന്ന ഓപ്പറേറ്റർ ഗെയിമുകളും അതുപോലെ വീക്കായിട്ടുള്ള ഗവേണൻസ് ഇഷ്യൂസും അത്തരം കാര്യങ്ങളൊന്നും നോക്കാതെ ഏറ്റവും ടോപ്പ് റിട്ടേൺ നൽകിയ 10 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അതിൽ പെന്നി സ്റ്റോക്കുകളും അല്ലാത്തതും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് ഒരു സ്റ്റോക്ക് സ്റ്റെല്ലൻ സെക്യൂരിറ്റീസ് ആണ്. 368 എന്നുള്ള പ്രൈസ് റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരു വർഷം വന്നിട്ടുള്ള റിട്ടേൺ 8000% ആണ്. ഇതിന് മാർക്കറ്റ് ക്യാപ്പ് 136 കോടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം സ്റ്റോക്കുകളുടെ ഒരു പ്രത്യേകത, ഇതിലൊക്കെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വളരെ കുറവായിരിക്കും. 1450 ഷെയർ ഹോൾഡേഴ്സ് ഈ സ്റ്റോക്കിലുള്ളൂ. ഇങ്ങനെ ടോപ്പ് 10 നമ്മൾ കാണുന്ന ധാരാളം സ്റ്റോക്കുകളുണ്ട്. അതിലിപ്പോൾ RRP സെമി കണ്ടക്ടർ, സ്വദേശി ഇൻഡസ്ട്രീസ്, RRP ഡിഫൻസ്, മിഡ് വെസ്റ്റ് ഗോൾഡ്, ഒമാൻസ് എൻ്റർപ്രൈസസ്, സുമീത് ഇൻഡസ്ട്രീസ്, MVK അഗ്രോ, അരുണിസ് അബോർഡ്, അതുപോലെ GHV ഇൻഫ്ര, ഈ സ്റ്റോക്കുകളൊക്കെ ഏകദേശം 1600 മുതൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 8000% വരെയുള്ള ഒരു റേഞ്ചിലുള്ള റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. അത് നോക്കുമ്പോൾ വളരെ നല്ല റിട്ടേൺ ആണെങ്കിലും ഈ സ്റ്റോക്കുകളിലൊക്കെയുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു എണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണെന്ന് കാണാം. വലിയ റിട്ടേൺ നൽകിയ RRP സെമി കണ്ടക്ടറിൽ ആകെയുള്ളത് 562 ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പോലും കഴിയില്ല. കാര്യമായ ഷെയറുകളൊക്കെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഈ ഒരു ടോപ്പ് 10 സ്റ്റോക്കുകളിൽ അത്യാവശ്യം 30,000-ലധികം ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സുമീത് ഇൻഡസ്ട്രീസ് മാത്രമാണ്. ബാക്കി എല്ലാ സ്റ്റോക്കുകളിലും 10,000-ൽ താഴെ അല്ലെങ്കിൽ 5,000-ൽ താഴെ ഷെയർ ഹോൾഡേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നമുക്ക് ഓവറോൾ മാർക്കറ്റിൻ്റെ പെർഫോമൻസുമായിട്ട് തട്ടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ കുറച്ചും കൂടി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള നിഫ്റ്റി 500 കമ്പനികളുടെ റിട്ടേൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ടോപ്പ് 10 സ്റ്റോക്കുകൾ വരുന്നത് ഏറ്റവും അധികം റിട്ടേൺ നൽകിയ ഒന്നാമത്തെ സ്റ്റോക്ക് കാണുന്നത് ഫോഴ്സ് മോട്ടോഴ്സ് ആണ്. അത് 150% റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. മറ്റൊരു സ്റ്റോക്ക് L&T ഫൈനാൻസ് ലിമിറ്റഡ് ആണ്. അത് 118% റിട്ടേൺ നൽകി. അതുപോലെ ആദിത്യ ബിർള ക്യാപിറ്റൽ 90% റിട്ടേൺ നൽകി. RBL ബാങ്ക് 89% റിട്ടേൺ ആണ് നൽകിയത്. ഹിന്ദുസ്ഥാൻ കോപ്പർ
85% റിട്ടേൺ നൽകി. അതുപോലെ ലോറസ് ലാബ്സ് 84% റിട്ടേൺ നൽകി. മുത്തൂറ്റ് ഫിനാൻസ് 83% റിട്ടേൺ നൽകി. GMDC അത് 79% റിട്ടേൺ നൽകിയിട്ടുണ്ടായി. അതുപോലെ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് 76% റിട്ടേൺ നൽകി. അതുപോലെ നവീൻ ഫ്ലൂറിൻ ഇന്റർനാഷണൽ 74% റിട്ടേൺ നൽകി. അപ്പോൾ നിഫ്റ്റി 500 സ്റ്റോക്കുകളിലുള്ള ടോപ്പ് റിട്ടേൺ നൽകിയ സ്റ്റോക്കുകൾ ഇതൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഒക്കെ പോസിറ്റീവാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്കുകൾ നെക്സ്റ്റ് ഇയറും ഇതേപോലുള്ള റിട്ടേൺ നൽകുമെന്ന് ഇതിന് അർത്ഥമില്ല. ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ ഇത് അണ്ടർ പെർഫോമിംഗ് സ്റ്റോക്കുകളായി മാറിയേക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ് പരിശോധിക്കുന്നത്. ഇനി നമ്മൾ IPO മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ധാരാളം IPO വരികയുണ്ടായി. മെയിൻ ബോർഡ് IPOകളിൽ 103 മെയിൻ ബോർഡ് IPOകളാണ് 2025 ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഈ 103 IPOകളിൽ 54 IPOകൾ ലിസ്റ്റിംഗ് ഗെയിൻ നേടിയതായിട്ട് കാണാം. അതുപോലെ 48 IPOകൾ ലിസ്റ്റിംഗ് ലോസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ 50-50 ആണ് IPOകളുടെ വിന്നിങ് റേറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് 50% സാധ്യതകൾ മാത്രമേ അവിടെ IPO ഒരു ലിസ്റ്റിംഗ് ഗെയിൻ നേടാനുള്ള സാധ്യതയായിട്ട് നമുക്ക് കാണുന്നത്. അത്രമാത്രം IPOകൾ വരുന്നത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സെലക്റ്റീവായിട്ടുള്ള IPOകളിൽ മാത്രമാണ് ലിസ്റ്റിംഗ് ഗെയിൻ നേടുന്നത്. അപ്പോൾ IPOയിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീടുള്ള ഓവറോൾ പെർഫോമൻസ് നമ്മൾ നോക്കുമ്പോൾ 67% സ്റ്റോക്കുകളും പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിട്ടുള്ളത്. എന്നാൽ 35% IPOകളും ഇപ്പോഴും നഷ്ടത്തിലാണ്. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എല്ലാ IPOകളും ഇൻവെസ്റ്റേഴ്സിന് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നതിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ ലിസ്റ്റിംഗ് ഡേ ഗെയിൻ നേടിയ ടോപ്പ് 10 IPOകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന് ഹൈവേ ഇൻഫ്രാസ്ട്രക്ചറാണ് ഏറ്റവും അധികം ലിസ്റ്റിംഗ് ഗെയിൻ നേടിയത്. അവർ ഏകദേശം 72% ലിസ്റ്റിംഗ് ഗെയിൻ നേടുകയുണ്ടായി. അതുപോലെ അർബൻ കമ്പനിയുടെ IPO ലിസ്റ്റിംഗ് ഗെയിൻ നേടി. ആദിത്യ ഇൻഫോടെക് ടോപ്പ് 10 വരുന്നുണ്ട്. അതുപോലെ മിഷോ ലിമിറ്റഡിൻ്റെയും IPO നല്ല ലിസ്റ്റിംഗ് ഗെയിൻ നേടുകയുണ്ടായി. അതുപോലെ ക്വാഡ്രന്റ് ഫ്യൂച്ചർ ടെക്കിൻ്റെ IPO, LG ഇലക്ട്രോണിക്സിൻ്റെ IPO, ഫിസിക്സ് വാല IPO, CNG ഇലക്ട്രോണിക്സിൻ്റെ IPO, അതുപോലെ സ്റ്റാലിയോൺ ഇന്ത്യ ഫ്ലൂറോ കെമിക്കൽസിൻ്റെ IPO, അതുപോലെ കൊറോണ റെമഡീസിൻ്റെ IPO. ഈ IPOകളൊക്കെ നല്ല ലിസ്റ്റിംഗ് ഗെയിൻ നേടിയതായിട്ട് കാണാം. ഏകദേശം 35% മുതൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച 72% വരെ ഈ ഒരു റേഞ്ചിലാണ് ഈ IPOകളുടെയൊക്കെ ലിസ്റ്റിംഗ് ഗെയിൻ. എന്നാൽ കഴിഞ്ഞ 2025 വന്ന IPOകളിൽ ഇപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മൊത്തത്തിൽ ഇതുവരെയുള്ള പെർഫോമൻസിൽ പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ നൽകിയിട്ടുള്ള ടോപ്പ് 10 IPOകൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നേരത്തെ കണ്ട സ്റ്റാലിയോൺ ഇന്ത്യ ഫ്ലൂറോ കെമിക്കൽസ് അതിൻ്റെ ജൈത്രയാത്ര തുടരുന്നതായിട്ട് കാണാം. കാരണം അത് ലിസ്റ്റിംഗ് ഗെയിൻ നേടുകയുണ്ടേ, അതേസമയം തന്നെ ഇപ്പോഴും അത് നല്ല നേട്ടം നേടിക്കൊണ്ടിരിക്കുകയാണ്. ടോട്ടലി 146% റിട്ടേൺ ആണത് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത്. അതേപോലെ ആദിത്യ ഇൻഫോടെക്കിൻ്റെയും IPO നമുക്കറിയാം നേരത്തെ നല്ല ലിസ്റ്റിംഗ് ഗെയിൻ നേടി 60% മുകളിൽ ലിസ്റ്റിംഗ് ഗെയിൻ നേടിയ ആ IPO ഇപ്പോഴും ടോട്ടലായിട്ടുള്ള അതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 122% റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത്. അതുപോലെ ആഥർ എനർജി, ബെൽറൈസ് ഇൻഡസ്ട്രീസ്, ജെയിൻ റിസോഴ്സസ് റീസൈക്ലിംഗ് ലിമിറ്റഡ്, ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, പോസ്ട്രോം ഇൻഫോ സിസ്റ്റംസ് ലിമിറ്റഡ്, ഗ്രോയുടെ IPO, അതുപോലെ ആൻലോൺ ഹെൽത്ത് കെയർ പോലെയുള്ള IPOകൾ അത് ലിസ്റ്റിംഗ് ഡേയിൽ ടോപ്പ് 10 വരുന്ന രീതിയിലുള്ള റിട്ടേൺ നൽകിയിട്ടില്ലെങ്കിലും പിന്നീട് നല്ല റിട്ടേൺ നൽകിയതായിട്ട് കാണാം. ഓവറോൾ ഈ ഒരു 10 IPOകളും 59% മുതൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ 146% വരെയുള്ള ആ ഒരു റേഞ്ചിലുള്ള റിട്ടേൺ ഓവറോൾ നൽകിയതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ 3 സ്റ്റോക്കുകളാണ് ലിസ്റ്റിംഗ് ഗെയിൻ നേടുകയും അതേസമയം ഇപ്പോഴും അതിൻ്റെ റിട്ടേൺ നൽകിക്കൊണ്ടിരിക്കുകയും ഇപ്പോഴും അത് പോസിറ്റീവായിട്ട് റിട്ടേൺ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന IPOകളിൽ ഈ ടോപ്പ് 10 ലിസ്റ്റ് വന്ന 3 സ്റ്റോക്കുകളാണ്. അതിലൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്റ്റാലിയോണും അതുപോലെ ആദിത്യ ഇൻഫോടെക്കും അതുപോലെ മീഷോ ലിമിറ്റഡുമാണ് ഈ 3 IPOകൾ. ഇനി നമ്മൾ മാർക്കറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട സെഗ്മെന്റ് ETFകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് 10 ETFകൾ കഴിഞ്ഞ 2025 നൽകിയ റിട്ടേണുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു സംശയവുമില്ല, ഏറ്റവും ടോപ്പ് റിട്ടേൺ നൽകിയിട്ടത് സിൽവർ ബീസ് ആണ്, അല്ലെങ്കിൽ സിൽവർ ETFകളാണ്. അപ്പോൾ സിൽവർ ബീസ് എന്ന് പറയുന്നത് നിപ്പോൺ ഇന്ത്യയുടെ ETF ആണെന്ന് മാത്രം. അതേപോലെ തന്നെ സിൽവർ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ETFകളും ടോപ്പ് റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഏകദേശം 157% റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷം ഈ സിൽവർ ETFകൾ ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. രണ്ടാമതായിട്ട് തൊട്ട് പിറകിൽ ഗോൾഡ് ETFകളാണ്. ഗോൾഡ് ETF-ൻ്റെ റിട്ടേൺ ഏകദേശം 78% ഉണ്ടായതായിട്ട് കാണാം. അതായത് സിൽവറിൻ്റെ നേരെ പകുതി റിട്ടേൺ ആണ് ഗോൾഡ് നൽകിയിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്ത് നമ്മൾ കാണുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ETF ആണ്. അത് മോട്ടിലാൽ ഒസ്വാളിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റ് ETF 59% റിട്ടേൺ നൽകിയിരുന്നു. മറ്റൊന്ന് ഇൻ്റർനാഷണൽ ETFകളാണ്. അതിൽ ഹാങ്സെങ് ETFകൾ 43%, അതുപോലെ ഹാങ്സെങ് ടെക് ETFകൾ 33%, അതുപോലെ മിറായ് അസറ്റിൻ്റെ MA ഫാങ്ക് ETF അമേരിക്കൻ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ETF 25% റിട്ടേണും നൽകിയതായിട്ട് കാണാം.
ഡൊമസ്റ്റിക്കലായിട്ട് മറ്റൊരു കാര്യമായ റിട്ടേൺ നൽകിയ ETF PSU ബാങ്കിൻ്റെ ETFകളാണ്. PSU ബാങ്ക് BC 24% റിട്ടേൺ നൽകിയതായിട്ട് കാണാം. അതുപോലെ ഇന്റർനാഷണൽ ETF മിറായ അസറ്റിൻ്റെ S&P 500 ടോപ്പ് 50 ETF 23% റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഓട്ടോ സെഗ്മെൻറ്റിലെ ETFകളും നല്ല റിട്ടേൺ നൽകിയിട്ട് കാണാം. ഓട്ടോ ETFകൾ ഏകദേശം 21% റിട്ടേൺ നൽകിയിരുന്നു. ഓട്ടോ ബീസും അതുപോലെ ICICI Prudential ഓട്ടോ ETFും ഈ ഒരു ഗണത്തിൽ നമുക്ക് കാണാം. അതേപോലെ ഇലക്ട്രിക് മൊബിലിറ്റി EV ETFകളും ഏകദേശം 20% റിട്ടേൺ നൽകിയതായിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ETF സെഗ്മെൻറ്റിലുള്ള ടോപ്പ് ETF 2025 ടോപ്പ് പെർഫോമൻസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ മാർക്കറ്റിലെ ഈ 3 സെഗ്മെൻറ്റിലുള്ള ടോപ്പ് 10 പെർഫോമൻസ് ഇവിടെ പരാമർശിച്ചുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.